ഇതിൽ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു പിക്ക് അപ്പ് എനി പെർട്ടിക്കുലർ ബ്രാൻഡ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റിന്റെ റിക്വയർമെന്റ് ഉണ്ട്. പേസ്റ്റ്, ഒരു ഐഡിയൽ ഡെന്റൽ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഡെന്റൽ ക്രീം, ഇതിന് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ഉണ്ട്. എല്ലാ പേസ്റ്റുകളും ഇത് തന്നെയാണ്. ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വരാൻ പറ്റില്ല. പ്രൊവൈഡഡ് ദ ഗവൺമെന്റ് ഈസ് ഹാവിംഗ് സ്ട്രിക്ട് റെഗുലേഷൻ. ഞാൻ അങ്ങനെ അസ്യൂം ചെയ്യുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് എ സ്ട്രിക്ട് റെഗുലേഷൻ എന്ന് അസ്യൂം ചെയ്യുന്നു. ആയുർവേദ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആയുർവേദപരമായിട്ടാണോ അത് ഉണ്ടാക്കിയേക്കുന്നതെന്ന് നോക്കണം. ഐ യു ഷുവർ അബൌട്ട് ഇറ്റ്? KP നമ്പൂതിരീസ് എന്ന് പറയുന്ന ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇതിലാകെയുള്ള ഒരു പ്രോബ്ലം ഉമിക്കരിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് അഗൈൻസ്റ്റ് എനി ഓഫ് ദിസ് തിങ്സ്. പക്ഷെ ഞാൻ പറയുന്നത് ഉമിക്കരിയോട് പറയാം, KP നമ്പൂതിരീസ് ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. അവരുടെ പേസ്റ്റ് ഫോർമുലേഷൻ FSSAI അംഗീകരിച്ചിട്ടുള്ളതാണെന്ന് വിചാരിക്കാം. FSSAI എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ബോഡി അംഗീകരിച്ചിട്ടുള്ളതാണ്. യു ക്യാൻ യൂസ് ഇറ്റ്. ഗവൺമെന്റ് സേസ് യു ക്യാൻ യൂസ് ഇറ്റ്. യെസ് യു ക്യാൻ. ദാറ്റ് മീൻസ് അവർക്ക് ആ ഫോർമുലേഷൻസ് കറക്റ്റ് ആണെന്നാണല്ലോ എൻ്റെ അർത്ഥം. ആയിക്കോട്ടെ, ഉപയോഗിക്കണ്ടെന്ന് നമ്മൾ ഒരു ഡെന്റിസ്റ്റും പറയുന്നില്ല.